ആദിയുടെ കയ്യിലിരുന്ന് ആ മൊബൈൽ ഫോൺ വിറകുണ്ട്. അടുത്തിരുന്ന് ആ വോയിസ് റെക്കോർഡ് കേട്ട സോണിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. എന്താ കാശിയേട്ടാ ഇതൊക്കെ? അച്ഛനിത് എന്താ പറയുന്നേ? അവൾക്ക് വിറയൽ കൊണ്ട് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാശി പുച്ഛത്തോടെ അവരെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ആദിയേട്ടാ, സോണി നിങ്ങളോടെ വിളിച്ചു. ഇതുവരെ ഭക്തിയോടെ ആരാധിച്ചിരുന്ന അച്ഛനെന്ന വിഗ്രഹം ഉടഞ്ഞു വീഴാൻ തുടങ്ങുന്നു. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഒന്നും അറിയില്ല സോദി. ആദി മുഖം പൊത്തി കുനിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. നിനക്കും ഇവൾക്കും ഒന്നും അറിയില്ല എങ്കിൽ നിന്റെ പിഴച്ച തള്ളയോട് പോയി ചോദിക്കടാ. സ്വന്തം തന്തയ്ക്ക് പെണ്ണ് നിന്റെ അമ്മയെ വിളിക്കാനുള്ള പേര് എന്റെ നാവിൽ വരാഞ്ഞിട്ടില്ല. ദേ, ഇവള് കൂടെ ഉള്ളത് കൊണ്ട് ഞാനത് പച്ചയ്ക്ക് പറയുന്നില്ല. അവളെ ഞാൻ ഒറ്റയടിക്ക് തീർക്കില്ല, ഇഞ്ചിഞ്ചായിട്ട് തീർക്കും. മരിച്ചാൽ മതിയെന്ന് തോന്നും. നിന്റെയൊക്കെ തള്ളയ്ക്കും തന്തയ്ക്കും ആ അവസ്ഥയിൽ എത്തിക്കും ഈ കാശി. ആദിയുടെ കയ്യിൽ നിന്ന് തന്റെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് കാശി പകയോടെ മുരണ്ടു. ഏട്ടാ, അവന്റെ ആ ഭാവങ്ങൾ ആദ്യമായി കാണുന്ന ആദി പേടിയോടെ വിളിച്ചു. വേണ്ട, വിളിക്കണ്ട ആദി. ആ വിളി കേൾക്കാൻ കാശി കൊതിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നീ വിളിച്ചില്ല. പിന്നെ ഇപ്പോൾ എനിക്കതിന്റെ ആവശ്യമില്ല. ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്കണം, എന്റെ അമ്മയോട് എന്തിനാണ് ഇങ്ങനൊരു ദ്രോഹം ചെയ്തത് എന്ന്. എന്റെ അമ്മ ആ പിഴച്ച സ്ത്രീയോട് എന്ത് തെറ്റ് ചെയ്തു എന്നും. ആ, കൂടെ നിന്റെ അച്ഛനോടും ചോദിക്കണം, പതിവ്രതയായ ഭാര്യയുടെ ചെയ്തികൾ നേരത്തെ അറിഞ്ഞിരുന്നോ എന്ന്. എന്നിട്ട് പറയണം, കാശി ജീവനോടെ ഉണ്ടെങ്കിൽ ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന്. എന്റെ പകയിൽ നിങ്ങൾ രണ്ടും വന്നു പെടരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആദിയെയും സോണിയെയും നോക്കി പകയോടെ പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി. എന്തൊക്കെ ആദിയേട്ടാ ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ടത്? അമ്മായിയും അച്ഛനും ഒക്കെ ചേർന്ന്, അതും അച്ഛനെന്നും അച്ഛനെന്നും പറയാൻ പോലും സോണി അറച്ചു. പാവം പാവം എൻ്റെ ഏട്ടനും ആ അമ്മയും. അവർ എന്തോരം സഹിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടുകാർ എന്താ സോണി ഇങ്ങനെയായി പോയത്? ഇത്ര ദുഷ്ടകൂട്ടങ്ങളായിരുന്നോ ഇവയൊക്കെ? ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് ഏരിയയിലെ കസേരയിലിരുന്ന് വിങ്ങിപ്പൊട്ടി ആദി. എഴുന്നേറ്റ് വാ ആദിയേട്ടാ, ചോദിക്കണം അവരോടൊക്കെ എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യം അച്ഛനെ വിളിക്കട്ടെ, വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് സോണി കല്ലിച്ച മുഖത്തോടെ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് എവിടെ അമ്മേ? വിളിക്ക്, എനിക്ക് സംസാരിക്കാനുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സിറ്റൗട്ടിലേക്ക് നിന്ന സരിതയോട് ദേഷ്യത്താൽ പറഞ്ഞുകൊണ്ടാണ് സോണി വീട്ടിലേക്ക് കയറി ചെന്നത്. അവൾക്ക് പിന്നാലെ മുറുകിയ മുഖവുമായി കയറി വരുന്ന ആദിയെ കൂടെ കാണെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ സോണി പ്രശ്നം? രണ്ടാളും വഴക്കിട്ടോ? സോണിക്ക് പിന്നാലെ ഹാളിലേക്ക് കയറി വന്ന് സരിത തിരക്കി. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ തീർക്കും. അവിടെ മറ്റൊരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്ക്. എനിക്ക് അയാളോടാണ് ചോദിക്കാനും പറയാനുമുള്ളത്. പറയുമ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എന്താടി നിനക്ക്? നിന്റെ അച്ഛനെ തന്നെയാണോ നീ പറയുന്നത്? അതെ, അയാളെ തന്നെ അച്ഛ എന്ന് വിളിക്കാൻ പോലും അറപ്പ് തോന്നുന്നു. അവൾ പറയുന്ന വാക്കുകളിൽ പകച്ചു സരിത കണ്ണും വീഴ്ച നിന്നുപോയി. അമ്മ അയാളെ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് നേരിൽ കണ്ട് സംസാരിക്കണം, അതിനാണ് വന്നത്. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണാം. തലയിൽ കൈ താങ്ങിയിരുന്ന് അസഹ്യതയോടെ സോണി പറഞ്ഞു. സോണി പറയുന്നതൊക്കെ മുറിക്കുള്ളിലിരുന്ന് കേൾക്കുകയായിരുന്ന സുരേന്ദ്രൻ പിടച്ചിലോടെ മുറിവാതിൽ അകത്തുനിന്ന് അടച്ചു. ആ പോലീസുകാരൻ കാശിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ സോണി എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അതാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇല്ല, അവൾക്ക് മുന്നിൽ കുറ്റവാളിയായി നിൽക്കാൻ വയ്യ. അരുന്ധതിയെ അച്ഛനും ഹേമയും ചേർന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ തടഞ്ഞാൽ മതിയായിരുന്നു. നിശബ്ദമായിട്ടാണെങ്കിലും കൂടെ നിന്നത് മഹാപാപമാണ്. ഇനി എന്തു പറയും എൻ്റെ മോളോട്? ആരെയും അഭിമുഖീകരിക്കാൻ എനിക്ക് വയ്യല്ലോ ദൈവമേ. അടഞ്ഞ വാതിൽ ചാരി നിന്ന് നെഞ്ചിൽ കൈവച്ചു സുരേന്ദ്രൻ. അമ്മ വിളിക്കുന്നുണ്ടോ? സോണി വീണ്ടും ശബ്ദമുയർത്തി. സോണി, നീ ഒന്ന് സമാധാനപ്പെട്, ഇങ്ങനെ ബഹളമുണ്ടാക്കല്ലേ. ആദിയുടെ ശബ്ദം അല്പം ഉയർന്നു. അതുകൂടെ കേട്ടതും സുരേന്ദ്രന്റെ തകർച്ച പൂർണ്ണമായി. എന്ത് വേണമെന്നറിയാതെ അയാൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിന്നു. മുറിക്കുള്ളിൽ എന്തോ തട്ടിമറിഞ്ഞു വീഴുന്ന ഒച്ച കേട്ട് സ്റ്റെയർ കയറുകയായിരുന്ന സരിതയ്ക്ക് പിന്നാലെ ആദി പടികൾ ഓടിക്കയറി മുകളിൽ ചെന്നു. അമ്മാവന് ഇന്നലെ മുതൽ എന്തോ വയ്യായിക പോലെയായിരുന്നു ആദി. മറിഞ്ഞു നിലത്തെങ്ങാനും വീണോ ഈശ്വര. സുരേട്ടാ, അമ്മാവാ. സരിതയും ആദിയും ആ വാതിൽ തട്ടി വിളിച്ചു. എന്തിനാണോ പതിവില്ലാതെ വാതിൽ അടച്ചു കുറ്റിയിട്ടത്? സ്വയം പറഞ്ഞു കരഞ്ഞുകൊണ്ട് സരിത വീണ്ടും വാതിൽ മുട്ടി. അമ്മായി, ആ ഡ്രൈവറെ ഒന്ന് വിളിക്ക്, ഞാൻ വാതിൽ തുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വെപ്രാളത്തോടെ പറഞ്ഞിട്ട് ആദി ആ വാതിൽ ആഞ്ഞു ചവിട്ടി. മാറ് സാറേ, ഞാൻ തുറക്കാം. പിന്നിൽ നിന്ന് കയ്യിലൊരു പാരയുമായി വന്നു ഡ്രൈവർ കുമാർ പറഞ്ഞു. അയാൾ ആ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥനയോടെ സരിത നിന്നുവെങ്കിൽ ഇതെല്ലാം കണ്ട് നിർവികാരതയോടെ സോണി നിന്നു. അപ്പൂസേ, കാശേട്ടന്റെ കള്ളിപ്പൂച്ചേ. പാത്രം കഴുകിക്കൊണ്ട് നിന്ന അപ്പുവിനെ പിന്നിൽ നിന്ന് ആഞ്ഞു പുണർന്ന് ആ കഴുത്തിൽ കടിച്ചെന്ന് ചുംബിച്ചുകൊണ്ട് കാശി അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ വിളിച്ചു. അപ്പു ഒന്ന് പിടഞ്ഞുപോയി. അവളുടെ കയ്യിലിരുന്ന പാത്രം വഴുതി സിങ്കിലേക്ക് തന്നെ വീണു. കാശി ഏട്ടാ, വിറയലോടെ വിളിച്ചുകൊണ്ടവൾ തന്റെ വയറ്റിൽ മുറുകിയിരുന്ന അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു.
എനിക്കെൻ്റെ കുറിഞ്ഞു പൂച്ചയെ വല്ലാതെ സ്നേഹിക്കാൻ തോന്നുന്നു, ആർദ്രമായി അവളുടെ കാതോരം പറഞ്ഞു കാശി. ആ ശ്വാസക്കാറ്റടിച്ച് അവളൊന്ന് കുതിർന്നു. ഞാനൊന്ന് ഫ്രഷായിട്ട്. അവൻ്റെ ചുണ്ടുകളുടെ വിരലുകളുടെ ചലനത്തിൽ പുളഞ്ഞുകൊണ്ട് അപ്പു മെല്ലെ പറഞ്ഞു. വേണ്ട. കാശി ആ കാതിൽ മെല്ലെ കടിച്ചു. കാശിയേട്ടാ. ആകെ വിയർപ്പ്. എൻ്റെ അപ്പുവിൻ്റെ വിയർപ്പല്ലേ, എനിക്കിഷ്ടമാണ്. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൻ അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് പോയി. എന്താ കാശിയേട്ടാ സന്തോഷം? അവൻ്റെ ചൊടികൾ അതിൻ്റെ ഇണയെ പുൽകും മുന്നേ അവൻ്റെ ആവേശം കാണെ അപ്പു ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. കാശി അവളെ ചുറ്റുവരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പൂസേ. കിതപ്പോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി വിളിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് അടർന്നു മാറി ബെഡിലേക്ക് കിടന്നു. ഒപ്പം അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി. ഇനി പറയോ, എന്താ എത്ര സന്തോഷം? ഈ മുഖം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷം ആണെന്നറിയോ? ഇരുവരുടെയും കിതപ്പ് ഒന്ന് അടങ്ങിയ നിമിഷം കാശിയുടെ മുഖമാകെ മുത്തിക്കൊണ്ട് അപ്പു മെല്ലെ പറഞ്ഞു. സുരേന്ദ്രൻ. അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പറയുമ്പോൾ കാശിയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. എന്നിട്ട്? അപ്പു ആകാംക്ഷയോടെ തിരക്കി. എന്നിട്ടെന്താ? ചത്തില്ല. നിലത്ത് വീണ് നടുവൊടിഞ്ഞു, അത്ര തന്നെ. അങ്ങനെ പെട്ടെന്ന് അയാളെ ഈ ശിക്ഷയിൽ നിന്ന് ദൈവം മോചിപ്പിക്കില്ല, കാശി പുച്ഛത്തോടെ പറഞ്ഞു. ശരിക്കും അയാൾക്ക് എന്താ പറ്റിയ കാശിയേട്ടാ? വിയർത്തൊട്ടിയെ അവൻ്റെ നെഞ്ചിൽ കവൾ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പു ചോദിച്ചു. അയാൾ ടേബിളിൽ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിട്ടതാണ് തൂങ്ങാൻ. പക്ഷേ സ്റ്റൂൾ മറിഞ്ഞ് അയാൾ കുരുക്കിടും മുന്നേ നിലത്ത് വീണു. ആദിയും സോണിയുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. മിക്കവാറും ഈ ജന്മം അയാൾ എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലെന്നാണ് അറിഞ്ഞത്. കാശി അവളെ ഇരു കൈകൊണ്ടും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിപ്പോ ആരാ ഏട്ടനെ വിളിച്ചു പറഞ്ഞേ? അപ്പുവിൽ ആകാംക്ഷ നിറഞ്ഞു. അമലാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. അവൻ അമ്മയെ കാണിക്കാൻ സാന്ത്വനത്തിൽ പോയിരുന്നു എന്ന്. അവിടെയാണ് ഇവരും അയാളെ കൊണ്ടുവന്നത്. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ലപ്പോ. എൻ്റെ അമ്മയെ, എന്നെ, നിന്നെയൊക്കെ വേദനിപ്പിച്ച ഓരോന്നിനെയും ഞാൻ അനുഭവിപ്പിക്കും. ഇതുവരെ അടക്കി പിടിച്ചിരുന്ന ഒരാണിൻ്റെ ആയുസിൻ്റെ പക ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് അപ്പു വ്യക്തമായി കണ്ടു. അവൾ മുഖമുയർത്തി ആ മുഖത്തിനു നേരെ മുഖം കൊണ്ടുവന്നു. പിന്നെ ആ പകയുടെ ചൂടും നിറഞ്ഞു നിൽക്കുന്ന ചുവന്നു കലങ്ങിയ കണ്ണുകൾ മൃദുവായി ചുംബിച്ചു. ഇനി എനിക്ക് എന്തിനാ ഏട്ടാ വേറെ ചികിത്സ? ഇത്രയെങ്കിലും ഒക്കെ ആയില്ലേ? അത് മതി. ഇനി ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അന്ന് വയനാട്ടിലെ മൂപ്പൻ പറഞ്ഞതല്ലേ. വീണ്ടും കുറെ പൈസ കളയാമെന്നല്ലാതെ. മലപ്പുറത്ത് ചികിത്സയ്ക്കായി പോകുന്ന കാര്യം പറഞ്ഞതോടെ കടുത്ത എതിർപ്പോടെ അരുന്ധതി പറഞ്ഞു. അവരുടെ താല്പര്യമില്ലാതെയുള്ള ഇരിപ്പ് കണ്ട് അപ്പു മുഖം തിരിച്ച് കാശിയെ നോക്കി. വാടിയ മുഖത്തോടെ അമ്മയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നുണ്ട്. ആൻറ്റി പോണം. ഈ വീൽചെയറിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അവർക്കരികിലിരുന്ന് ആ മടിയിൽ മുഖം ചായച്ചുകൊണ്ട് മനു പറഞ്ഞു. മോനെ, അതൊന്നും നടക്കില്ലടാ. എത്രയോ വർഷമായി എൻ്റെ ചേട്ടൻ്റെ കുറേയേറെ പണം പാഴായിപ്പോയി എന്നല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. അവർ വീണ്ടും താല്പര്യമില്ലായ്മയോടെ പറഞ്ഞു. അമ്മേ. കേട്ടുനിന്ന കാശി വിളിക്ക് ഞെട്ടലോടെ അവർ മുഖമുയർത്തിയെങ്കിലും പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി. അത് പിന്നെ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എന്തോ വല്ലാത്ത അകൽച്ച തോന്നുന്നു, അതാ. അരുന്ധതിക്കൊപ്പം എല്ലാവരും നോക്കുന്നത് കാണെ കാശി വല്ലായ്മയോടെ പറഞ്ഞു. അതിനെന്താ, മോൻ എന്നെ അങ്ങനെ വിളിച്ചോ? നിറഞ്ഞ സ്നേഹത്തോടെ അരുന്ധതി പറഞ്ഞു. മറ്റുള്ളവർ ആശ്വാസത്തോടെ പരസ്പരം നോക്കി. കാശിക്ക് തൊണ്ടയിൽ സങ്കടം കനത്തു. മോനെ. കാശി, അമ്മ ഒരുപാട് ചികിത്സയൊക്കെ കഴിഞ്ഞതാണ്. ഇനിയും വേണ്ട കുഞ്ഞേ. അവൻ്റെ സങ്കടപ്പെട്ടുള്ള നിൽപ്പ് കണ്ട് അരുന്ധതി മെല്ലെ ചോദിച്ചു. വേണം. എനിക്ക് വേണ്ടി ഈ ഒരു തവണ അമ്മ പോണം. കഴിഞ്ഞ കാലമൊന്നും ഓർമ്മ വന്നില്ല എങ്കിലും ഈ വെളിച്ചേറിൽ നിന്നൊരു മോചനം ഞങ്ങളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കരികിൽ മുട്ടുകുത്തിയിരുന്ന് അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. മുന്നിലിരിക്കുന്ന മനുവിൻ്റെയും കാശിയുടെയും നിറഞ്ഞ കണ്ണുകൾ കാണാൻ എന്തിനോ അവർക്ക് നെഞ്ചു വിങ്ങി. അടിവയറ്റിൽ വേദന തിങ്ങി, കണ്ണുകളും നിറഞ്ഞൊഴുകി. പോകാം. ഈ ഒരു തവണ കൂടെ ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരിക്കലും എന്നെ നിർബന്ധിക്കരുത്. വാക്കുതാ. മുന്നിൽ കണ്ണു നിറച്ചിരിക്കുന്നത് താൻ പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന സഹിച്ച് നൊന്തുപെറ്റ മക്കളാണെന്നറിയാതെ ആ അമ്മ കൈനീട്ടി. വാക്ക്. ഇനി ഒരിക്കലും പറയില്ല. അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് സത്യം ചെയ്യും പോലെ കാശി പറഞ്ഞതും മനുവും ആ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. അതൊക്കെ കണ്ട് സെറ്റിയിലിരിക്കുകയായിരുന്ന അപ്പുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി നിലത്ത് വീണു. അപ്പു, സങ്കടപ്പെടേണ്ട കേട്ടോ. ആൻറ്റി പെട്ടെന്ന് സുഖമായി വരും. ആ മക്കൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനു പതിയെ അരുന്ധതി കേൾക്കാത്ത വിധത്തിൽ പറഞ്ഞു. അതെ, മോള് കണ്ണു തുടയ്ക്ക്. ശാന്തിയോട് ദ്രോഹം ചെയ്തവർക്ക് ഒക്കെ ദൈവം കൊടുത്തു തുടങ്ങിയല്ലോ. ഇനി അവളും സുഖം പ്രാപിച്ചു വരും. ആ അമ്മയെയും മക്കളെയും നോക്കിയിരിക്കെ ശിവദാസൻ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. ചേച്ചിക്ക് അറിയാമായിരുന്നോ മനുവേട്ടൻ്റെ കാര്യം? അപ്പു അത്ഭുതത്തിൽ കണ്ണൊക്കെ ഉടർത്തി അടക്കി പിടിച്ചു ചോദിച്ചു. അനു ഒന്ന് മൂളി. ആരാ പറഞ്ഞേ? വീണ്ടും അപ്പു ചോദിച്ചു. അച്ഛൻ. കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു.
അച്ഛൻ എന്നോടും ഒരിക്കലും അനുവേട്ടൻ ഇത് അറിയരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ വിധിയെ തടുക്കാനാവില്ലല്ലോ, അനു പതിയെ പറഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ട് മക്കളെ. അവനിതൊക്കെ അറിയാനുള്ള സമയം ഇതായിരുന്നു. അവരെ കേട്ടിരുന്ന ശിവദാസനും പറഞ്ഞു. ഏട്ടാ, അരുന്ധതി സ്വല്പം ഉച്ചത്തിൽ വിളിച്ചു. എന്താ ശാന്തി, മലപ്പുറത്ത് പോകാൻ തയ്യാറാണല്ലോ അല്ലേ? അവരുടെ മുഖത്തെ പ്രസരിപ്പ് കാണെ അയാളും സന്തോഷത്തോടെ തിരക്കി. ഉവ്വ ഏട്ടാ, ഇവർ രണ്ടാളും വരുന്നുണ്ടെന്ന്. അപ്പുമോളുടെ അച്ഛൻ്റെ നാട്ടിലാണെന്നാണ് ആശ്രമം. അരുന്ധതി പുഞ്ചിരിയോടെ പറഞ്ഞു. നാട്ടിലേക്ക് മോളും വരുന്നുണ്ടോ കാശി? ശിവദാസൻ അപ്പുവിനെ ഉദ്ദേശിച്ച് ചോദിച്ചു. ഇല്ല, അപ്പു ഇപ്പോൾ വരുന്നില്ലെങ്കിൽ അമ്മയെ തിരികെ കൊണ്ടുവരാൻ പോകുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. അന്ന് അറയ്ക്കൽ തറവാട്ടിലും പോകണം. വീൽ ചെയർ ഉന്തി സെറ്റിക്കടുത്തേക്ക് കൊണ്ടുവന്ന് അരുന്ധതിയെ ഉയർത്തിയെടുത്ത് സെറ്റിൽ അപ്പുവിൻ്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട് കാശി പറഞ്ഞു. എന്നാ പിന്നെ അത് മതി. നാളെ രാവിലെ പോകാമല്ലേ കാശിയേട്ടാ? അനുപമയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് മനു തിരക്കി. അരുന്ധതിയെ അമ്മയെന്ന് വിളിക്കാൻ കഴിഞ്ഞതിൽ അതിരില്ലാത്ത സന്തോഷത്തിൽ നേർമയായി മൂളി. നീ പോവാൻ പോകുന്നു എന്നോ? നിന്നെ എങ്ങനെ വളർത്തിയ ആളാണ് സോണി നിന്റെ അച്ഛൻ. ജന്മം തന്ന അച്ഛനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയാണോ? വയ്യാതാകുമ്പോൾ കൂടെ നിന്ന് നോക്കേണ്ട കടമയല്ലേ നിനക്ക്? നീ ഈ കാട്ടിക്കൂട്ടുന്നത് ശരിയാണോ എന്ന് ഒന്ന് ഓർത്തു നോക്ക്. സുരേന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും നടുവിന് സർജറി വേണമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ അവർക്ക് അനുവദിച്ചു കിട്ടിയ റൂമിൽ സരിതയെ ആക്കി തിരികെ പോകാനിറങ്ങിയ സോണിയോട് രോഷമടക്കിക്കൊണ്ട് സരിത പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നെറികെട്ടവനോട് എനിക്ക് ഇങ്ങനെ പെരുമാറാൻ മാത്രമേ പറ്റൂ. വെറുപ്പോടെ അതിലുമധികം അറപ്പോടെ സോണി പറഞ്ഞു. നന്ദി കേട്ടവളെ, നിന്നെ പൊന്നുപോലെ കൊണ്ടു നടന്ന നിന്റെ ഇഷ്ടങ്ങൾ മാത്രം സാധിച്ചു തന്ന ആ മനുഷ്യനാടി ഐസുവിനുള്ളിൽ ഇനിയുള്ള കാലം എഴുന്നേറ്റ് നടക്കുമോ എന്ന് പോലും അറിയാതെ കിടക്കുന്നത്. ആ മനുഷ്യനെ ഇങ്ങനെ പറയുന്ന നീ നശിച്ചു പോവുകയുള്ളൂ. സോണിയുടെ സ്നേഹശൂന്യത തകർത്ത മനസ്സോടെ സരിത അവളെ പ്രാഗി. അമ്മായി അവളെ ശപിക്കേണ്ട, അതിനുള്ള തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല. സരിത പറയുന്നത് കേട്ട് മുറിയിൽ കയറി വന്ന ആദി കലങ്ങിയ മിഴിയോടെ നിൽക്കുന്ന സോണിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൾക്ക് വേണ്ടി അപ്പുവിൽ നിന്ന് നിന്നെ പറിച്ചെടുത്ത തെറ്റിന്റെ ശിക്ഷയാണ് നിന്റെ അമ്മാവൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അല്ലാതെ ആരോടും ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 3-4 ദിവസമായി ഞാൻ കാണുന്നു. ഏതോ ശത്രുക്കളോട് പെരുമാറും പോലെയാണ് ആ മനുഷ്യനോട് ഇവൾ കാണിച്ചു കൂട്ടുന്നത്. നിറഞ്ഞൊഴുകുന്ന മിഴികൾ ചുരിദാർ ഷാളിന്റെ തുമ്പിൽ തുടച്ചുകൊണ്ട് സരിത പറഞ്ഞു. അമ്മായി പറയും പോലെ അമ്മാവൻ അത്ര പുണ്യാളനൊന്നുമല്ല. ഒരു മകൾക്കോ ഭാര്യയ്ക്കോ എന്തിന് പെണ്ണായി പിറന്ന മനസാക്ഷിയുള്ള ആർക്കും പൊറുക്കാനാവുന്ന തെറ്റല്ല അമ്മാവനും എൻ്റെ അമ്മയും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടിയത്. അതൊക്കെ അറിഞ്ഞിട്ടാണ് സോണിക്ക് ഈ അകൽച്ച വന്നത്. അമ്മായിക്കും ഒന്നും അറിയില്ല. എന്തിന് ഇത്രയും വർഷം എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇത്ര ദുഷ്ട മനസ്സിന് ഉടമയാണ് എന്ന് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ആദി ബെഡിലേക്ക് ഇരുന്നിട്ട് ഇടർച്ചയോടെ പറഞ്ഞു. ദുഷ്ട മനസ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കല്ലേ ആദിയേട്ടാ. വികൃത മനസ്സ് എന്ന് പറയണം. അല്ല, അതില് മേലെ എന്തുണ്ടോ അത് പറയണം. സ്വന്തം അച്ഛനും അയാളുടെ കാവൽ പെട്ടിക്കും ഒരു പെൺകുട്ടിയെ ഇട്ടുകൊടുത്ത മനസ്സിന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാ തെറ്റിനും അറിഞ്ഞുകൊണ്ട് സഹോദരിക്കും അച്ഛനും കൂട്ടുനിന്നയാളെ എങ്ങനെ ഇനി ഞാൻ സ്നേഹിക്കണം? വെറുപ്പാണ് എനിക്ക് ഈ ജന്മം തന്ന അയാളോട്. ആദിയേട്ടൻ്റെ അമ്മ എന്ന് പറയുന്ന രാക്ഷസിയോട്, എല്ലാവരോടും എനിക്ക് വെറുപ്പാണ്. തലയിൽ കൈകൊണ്ട് സ്വയം ആഞ്ഞു തല്ലി കിതപ്പോടെ സോണി പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കിയെടുക്കാനാവാതെ ചുവരിൽ ചാരി നിന്ന് അവരെ നോക്കി സരിത. എന്താ എന്താ ആരാ ഇതൊക്കെ ചെയ്തേ? ആരെയാണ് ഉപദ്രവിച്ചത്? സുരേട്ടനാണോ? ഹേമ ശ്വാസം മുട്ടി ജീവൻ പിടഞ്ഞു പോകും പോലെ നെഞ്ചിൽ കൈയമർത്തി നിന്നവർ ചോദിച്ചു. അതെ, അയാൾ തന്നെ. വെറുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ ആദി പറഞ്ഞു. ആരെ? ചോദിക്കുമ്പോൾ സരിതയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അരുന്ധതിയെ, കാശിയേട്ടൻ്റെ അമ്മയെ. സോണി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ ഈശ്വരന്മാരെ! നെഞ്ചിൽ കൈ അമർത്തി ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്ന് പോയവർ. അവർക്കടുത്തേക്കിരുന്ന് സോണി. പിന്നെ കാശി ഫോണിൽ കേൾപ്പിച്ച സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടെ അവൾ വിതുമ്പി. അതിലും മോശം സരിതയുടെ അവസ്ഥയായിരുന്നു. ഭർത്താവിനെ പ്രാണനെ പോലെ സ്നേഹിച്ച അവർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മോളെ. ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി ഇവർക്ക്? ഹേമ ഇത്തരക്കാരിയായിരുന്നോ? ആ അരുന്ധതിയെ അപകടപ്പെടുത്തിയിട്ട് അവളെ എന്തൊക്കെ പറഞ്ഞു ആളുകൾക്ക് മുന്നിൽ എത്ര മോശക്കാരിയായി ചിത്രീകരിച്ചു. വിങ്ങി കരഞ്ഞുകൊണ്ട് സരിത തിരക്കുമ്പോൾ എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം എന്നും പോലും അറിയാതെ സോണിയിരുന്നു. ആകെ തകർന്നുള്ള അമ്മയുടെയും മകളുടെയും ഇരിപ്പ് നോക്കി അതിലേറെ വേദനയോടെ ആദിയും.